ഹായ് എവരിവൺ. നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസിൻ്റെ മോഡ്യൂൾ 2 ആണ് ഇന്ന് നോക്കുന്നത്. ആദ്യത്തെ മോഡ്യൂൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസ്പോൺസ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് രണ്ടാമത്തെ മോഡ്യൂൾ അപ്ലോഡ് ചെയ്യാൻ വൈകിയത്. അപ്പോഴത്തേക്കും നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റെസ്പോൺസ് അറിയിക്കേണ്ടതാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഇന്ന് നോക്കുന്നത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറാണ്. ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണേ. ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ 5 ജനറേഷൻസ് ഉണ്ട്. അതായത് 5 ജനറേഷൻസ് ഉണ്ട്. ഒന്നാമത്തത് ഫസ്റ്റ് ജനറേഷൻ 1940 to 1956. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് 1956 to 1963. തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് 1964 to 1971. ഫോർത്ത് ജനറേഷൻ 1971. ഫിഫ്ത്ത് ജനറേഷൻ 1980s ആണ്. അപ്പം ഇത്രയാണ് 5 ജനറേഷൻ, കമ്പ്യൂട്ടറിൻ്റെ 5 ജനറേഷൻസ്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാമേ. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വാക്വം ട്യൂബ്സ് ആണ്. വാക്വം ട്യൂബ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പ്യൂട്ടറിൻ്റെ സർക്യൂട്ട്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വാക്വം ട്യൂബ്സ് വെയർ യൂസ്ഡ് ടു ബിൽഡ് ദ സർക്യൂട്ടറി ഫോർ ദ കമ്പ്യൂട്ടേഴ്സ്. അടുത്ത് മാഗ്നറ്റിക് ഡ്രം വാസ് യൂസ്ഡ് ഫോർ ദ മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തോന്നാണ്? മാഗ്നറ്റിക് ഡ്രം ആണ്. എ വാക്വം ട്യൂബ് വാസ് എ ഡിവൈസ് മേഡപ്പ് ഓഫ് ഗ്ലാസ്. വാക്വം ട്യൂബ് എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ആണ്. എന്തിലാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഗ്ലാസ്സിലാണ്. യൂസ്ഡ് ഫിലമെൻറ്റ്സ് ടു ജനറേറ്റ് ഇലക്ട്രോൺസ്. ഫിലമെൻറ്റ്സ് ആണ് എന്തിനുപയോഗിക്കുന്നത്? ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് വാസ് യൂസ്ഡ് ടു ആംപ്ലിഫൈ ദ ഇലക്ട്രോണിക് സിഗ്നൽസ്. ഇലക്ട്രോണിക് സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. സൈസ് ഓഫ് ദ കമ്പ്യൂട്ടർ വാസ് വെരി ലാർജ്. ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ സൈസ് എങ്ങനെയാണ്? വെരി ലാർജ് ആണ്, വളരെ വലുതാണ്. ദേ യൂസ്ഡ് മെഷീൻ ലാംഗ്വേജ് ടു പെർഫോം ഓപ്പറേഷൻസ്. മെഷീൻ ലാംഗ്വേജ് ആണ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ ENIAC, EDVAC ആൻഡ് UNIVAC. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ്? ENIAC, EDVAC, UNIVAC. ദീസ് കമ്പ്യൂട്ടേഴ്സ് വെയർ യൂസ്ഡ് ഫോർ സയൻറ്റിഫിക് കാൽക്കുലേഷൻസ്. ഈ കമ്പ്യൂട്ടർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സയൻറ്റിഫിക് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ വരുന്നത്. അടുത്തതായിട്ട് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആണ്. വാക്വം ട്യൂബ്സിന് ഇൻസ്റ്റഡ് ആയിട്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ച ഒരു ജനറേഷനാണ് ഈ ഒരു സെക്കൻഡ് ജനറേഷൻ. ദേ യൂസ്ഡ് അസംബ്ലി ലാംഗ്വേജ് ഇൻസ്റ്റഡ് ഓഫ് മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിന് പകരമായിട്ട് എന്താണ് ഉപയോഗിച്ചത്? അസംബ്ലി ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചത്. ദേ യൂസ്ഡ് ടു സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ്. ഈ ഒരു ജനറേഷനിൽ സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റാണ് ഉപയോഗിച്ചത്. അതായത് ഇൻസ്ട്രക്ഷൻസ് വെയർ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. അതിനെയാണ് നമ്മൾ സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദീസ് കമ്പ്യൂട്ടേഴ്സ് യൂസ് മാഗ്നറ്റിക് ടാപ്സ് ആൻഡ് മാഗ്നറ്റിക് ഡിസ്ക് ആസ് എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസ്. ഈ ഒരു സെക്കൻഡ് ജനറേഷനിലെ കമ്പ്യൂട്ടേഴ്സ് എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസായിട്ട് ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് ടാപ്സും മാഗ്നറ്റിക് ഡിസ്ക്സുമാണ്. IBM 6020, PDP-8, CDC 6004 ആർ എക്സാമ്പിൾസ് ഓഫ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അടുത്ത തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ദേ വെയർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളത്. ആൻഡ് IC ഈസ് എ സിലിക്കൺ ചിപ്പ് ദാറ്റ് എംബെഡ്സ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് വിച്ച് കംപ്രസസ് സെവറൽ കമ്പോണൻസ്. അതായത് സെവറൽ കമ്പോണൻസ് ഒരൊറ്റ ഇതിലായിട്ട് ചിപ്പിലാക്കി, അതായത് കുറേ ട്രാൻസിസ്റ്റേഴ്സ് ഒരൊറ്റ ചിപ്പിലാക്കി ഉള്ള സംഭവമാണ് IC ചിപ്പ്, അതായത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡ് IBM 370, PDP-11, CDC 7600, എക്സെട്ര. ഇതൊക്കെയാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ വരുന്നത്. പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് IC ആണ്. അടുത്ത ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ LSI സർക്യൂട്ട്സ് ആൻഡ് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ സർക്യൂട്ട്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ 2 തരത്തിലുള്ള സർക്യൂട്ട്സാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ലാർജ് സ്കെയിൽ
ഇൻ്റഗ്രേഷൻ സർക്യൂട്ട്സും രണ്ടാമത്തത് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ സർക്യൂട്ട്. ഈ രണ്ട് സർക്യൂട്ടും എന്തിലാണ് ഒരു ചെറിയ സിംഗിൾ സിലിക്കൺ ചിപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും, അതിനെയാണ് നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. അതായത് LSIയും VLSIയും കൂടി ഒരൊറ്റ സിംഗിൾ ചിപ്പായിട്ട് ചെയ്തിരിക്കുന്നതിനെയാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. The Intel 4004 chip was the first microprocessor for the computers of this generation. ഈ ഒരു ജനറേഷനിലെ ഫസ്റ്റ് മൈക്രോ പ്രോസസ്സറാണ് Intel 4004. The major change in the fourth generation of computer was seen in the replacement of magnetic core memories by semiconductors. അതായത് ഈ ഒരു ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിലെ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മാഗ്നറ്റിക് കോറിനെ മാറ്റിക്കൊണ്ട് സെമി കണ്ടക്ടേഴ്സ് വന്നു. ഫോർ എനബിളിംഗ് കണക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് അറ്റ് വൺ ടൈം. അതായത് ഒരൊറ്റ സമയത്തിൽ തന്നെ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ്, ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ഷനും കമ്മ്യൂണിക്കേഷനും സാധ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുള്ള ഉപയോഗം. ഈ കമ്പ്യൂട്ടേഴ്സ് അപ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഹൈ സ്പീഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ. അടുത്തെന്ന് വെച്ചാൽ ഈ ഒരു ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ തന്നെ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെ നെറ്റ്വർക്കാണ്? ലാനും വാനും. ലാൻ എന്ന് വെച്ചാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. അതായത് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ്, ഒരു ലോക്കൽ ഏരിയയിൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ലോക്കൽ ഏരിയയിൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യും. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്, വാൻ. ഇതെന്താണ് ചെയ്യുന്നത്? ഇതിൻ്റെ കണക്ഷൻ എന്ന് വെച്ചാൽ ഹൺഡ്രഡ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, 100-ലധികം കമ്പ്യൂട്ടേഴ്സ് മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ പല ലൊക്കേഷൻസിൽ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നു. ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ഈ ഒരു ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിക്കുന്നത്. ദേ ഹാവ് ലാർജ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറി. അതായത് പ്രൈമറിയും സെക്കൻഡറി സ്റ്റോറേജും വളരെ വലുതാണ്. അതായത് IBM 4300, ICL 2900 ഒക്കെയാണ് ഈ ഒരു മെമ്മറിക്ക് എക്സാമ്പിൾസ്. അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അടുത്തതായിട്ട് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറാണ്. ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ടെക്നോളജിയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് വെച്ചാൽ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ടെക്നോളജിയാണ്. ദ PCs ഇൻ ഫിഫ്ത്ത് ജനറേഷൻ ഹാവ് ബിക്കം പോർട്ടബിൾ. അതായത് ഈ ഒരു ഫിഫ്ത്ത് ജനറേഷനിലെ PCs എങ്ങനെന്തോയാണ്? പോർട്ടബിളാണ്. വിച്ച് ആർ സ്മാളർ ദെൻ ഫോർത്ത് ജനറേഷൻ PC. ഫോർത്ത് ജനറേഷൻ PC അപേക്ഷിച്ച് വളരെ സ്മോളറാണ്. ബേസ്ഡ് ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട്, കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയസ് ഫുള്ളും AI തരംഗമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സാണ്. ആ ഒരു ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ വളർന്നു വരുന്ന ടെക്നോളജി അത്രയ്ക്കും അഡ്വാൻസ് ആക്കിക്കൊണ്ടാണ് AIയുടെ വരവ്. അപ്പം AI അത്രത്തോളം നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ വളരെ ഉപകാരപ്രദമായിട്ട് നമ്മുടെ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ടെക്നോളജിക്കലി അവർ നന്നായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് AI. അപ്പം ഇന്നത്തെ മോഡ്യൂൾ ഇത്രയേ ഉള്ളൂ. ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറാണ്. നമ്മൾ അടുത്ത മോഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്ത് ചെയ്യണം? എല്ലാവരും വീഡിയോസ് കാണണം, റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം താങ്ക് യു.